വടകരയിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്തത്ര കളരിയുടെ മണ്ണ്. പണ്ട് പ്രേംനസീറൊക്കെ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ, പഴയ പുത്തൂരം വീട്ടിലൊക്കെ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ കോട്ടവാതിലൊക്കെ എനിക്ക് ഉണ്ണിപ്പിണ്ടി പോലെ വെട്ടിക്കടക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു കാവിലമ്മയോട്. കാവിലമ്മ വടകരയിൽ ആർക്കൊപ്പം? അതെ, ഉണ്ണിയാർച്ചയായിട്ട് ടീച്ചർ വരുമോ അതോ ആരോമൽ ഉണ്ണിയായിട്ട് ഷാഫി വരുമോ? നമുക്ക് കാത്തിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്. കടത്തനാടൻ കളരിയിൽ ആർക്കാണ് വീര്യം എന്നറിയാനിരിക്കുന്നു പ്രവർത്തകർ. അതേസമയം തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവിടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് വടകരയിലാണ്. അഭിലാഷ്, വീണ്ടും അതിന്റെ നിയമ പോരാട്ടം നീണ്ടു നിൽക്കുന്ന ഏക ഒരു മണ്ഡലമായിരിക്കും അല്ലേ? കാരണം പലതരത്തിലുള്ള പരാതികൾ വന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു അത് ഒരു വടകര മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ട് അല്പം ഒരു വലിഞ്ഞു മുറുകിയ ഒരു സ്ഥിതിയുണ്ട്. വടകരയിൽ ആരാണ് റിപ്പോർട്ട്? രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു കൊട്ടിക്കലാശത്തെ കുറിച്ച്. ഇപ്പോ ഉച്ച കഴിഞ്ഞു, 2:11 സമയം. മുന്നണി പ്രവർത്തകരെല്ലാം പതുക്കെ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയോ? എവിടങ്ങളിലൊക്കെയാണ് കൊട്ടിക്കലാശം? അഭിലാഷ്, വടകരയിൽ ആവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മണ്ഡലമാണ്. രാഷ്ട്രീയം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പോലും നടന്ന വ്യക്തി അധിക്ഷേപ ആരോപണ പ്രത്യാരോപണങ്ങൾ, നിയമ നടപടികളൊക്കെ അണികൾക്കിടയിൽ ആവേശം അത് പരമാവധി ഔന്നത്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വടകരയിലെ കൊട്ടിക്കലാശം നടക്കുന്നത് മണ്ഡലത്തിൻ്റെ ഭാഗമായ, പക്ഷേ കണ്ണൂർ ജില്ലയിൽപ്പെടുന്ന തലശ്ശേരിയിലാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും LDF സ്ഥാനാർത്ഥി KK ശൈലജ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, NDF സ്ഥാനാർത്ഥി പ്രഫുൽകൃഷ്ണൻ, 3 പേരുടെയും കൊട്ടിക്കലാശം തലശ്ശേരിയിലാണ്. KK ശൈലജ രാവിലെ കൊയിലാണ്ടിയിൽ നിന്ന് റോഡ് ഷോയാണ് ആരംഭിച്ചത്. മണ്ഡലത്തിലെ വടകരയിലെ എല്ലാ മേഖലയിലൂടെയും ഒരു ഓട്ടപ്രദക്ഷിണം എന്ന രീതിയിലാണ് റോഡ് ഷോ. അതായത് 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും എത്തിയതിനു ശേഷം തലശ്ശേരിയിൽ പോയി സമാപിക്കുക എന്ന രീതിയിലാണ് KK ശൈലജയുടെ ക്രമീകരണം. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി ചെറിയൊരു റെസ്റ്റ് മാത്രമാണ്. ഷാഫി പറമ്പിൽ നാദാപുരം മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചു. അതിനുശേഷം ഷാഫി തലശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. ഈ കൊട്ടിക്കലാശത്തിന് മുൻപ് തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന ഒരു മുഖാമുഖം പരിപാടിയിൽ കൂടി ഷാഫി പങ്കെടുക്കുകയാണ്. പ്രഫുൽകൃഷ്ണൻ്റെ റോഡ് ഷോ അത് പുരോഗമിച്ച് വരികയും ചെയ്യുന്നു. ഈ വടകരയുടെ ഒരു സ്വഭാവം, KK ശൈലജ ആദ്യം മണ്ഡലത്തിലേക്ക് വന്നു, വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഷാഫി പറമ്പിൽ വരുന്നു. വലിയ സ്വീകരണമാണ് ആദ്യ വരവിൽ തന്നെ ലഭിച്ചത്. അത് അതേപോലെ നിലനിർത്തി പ്രചാരണം, കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണം അതിവേഗം ബഹുദൂരം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം വളരെ പെട്ടെന്ന് തന്നെ മണ്ഡലത്തിൽ എല്ലായിടത്തും എത്തി. ചെറു കേന്ദ്രങ്ങളിൽ പോലും 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഈ ആളും ആരവും ഒക്കെ വോട്ടായി മാറിയാൽ വലിയ രീതിയിൽ വിജയിക്കാൻ കഴിയും, മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നതാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ LDFനെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയായിരിക്കെ KK ശൈലജ നടത്തിയ പ്രവർത്തനങ്ങൾ, നിപ, കോവിഡ് പ്രതിരോധങ്ങളിലൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ, ഒപ്പം സ്ത്രീ വോട്ടർമാരുടെ മനസ്സ്, യുവാക്കളുടെ മനസ്സ് എല്ലാം ഒപ്പം നിൽക്കും. അങ്ങനെ 3 ടേമായി കൈ വിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് LDFും ഉള്ളത്. കൃത്യമായ ഒരു എഡ്ജ് ആർക്കാണെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ് മണ്ഡലത്തിൽ അവസാന നിമിഷം നിലനിൽക്കുന്നത്. ഏതായാലും ആവേശം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആവേശം വളരെ നോക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വാശിയേറിയ പോരാട്ടമാണ്. അവര് വലിയ രീതിയിൽ അവസാനത്തെ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ, ഇപ്പോ MLA ആയിരിക്കുന്ന KK ശൈലജയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെങ്കിൽ ഇത് വളരെ ശക്തമായ മത്സരം കൊടുക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ളതിൽ ഏറ്റവും ഗംഭീരമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ കോൺഗ്രസും പെട്ടെന്നൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. അതെ, ഷാഫിയുടെ മാസ് എൻട്രിയാണ് ശരിക്കും ഗെയിം ചേഞ്ചറായി മാറിയത്. അത് വടകരയിൽ മാത്രമല്ല പ്രതിഫലിക്കുന്നത് പോലും. അങ്ങനെ ഒരു ഗെയിം ചേഞ്ചറായി ഷാഫി വരുന്നു. വലിയ ശക്തമായ പോരാട്ടം അവിടെ നടക്കുന്നു. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ബഹുജന അടിത്തറ 2 കൂട്ടർക്കും ഉണ്ട്. CPM-നുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വലിയ തോതിലുള്ള അടിത്തറയുണ്ട്, കോൺഗ്രസിനുണ്ട്. അങ്ങനെ പിന്നെ പഴയ സോഷ്യലിസ്റ്റുകൾക്കുണ്ട്, RMPക്കുണ്ട്. അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. അപ്പോൾ അതിന്റെ എല്ലാ വീറും വാശിയും തിരഞ്ഞെടുപ്പിലുമുണ്ട് സ്വാഭാവികമായിട്ടും.